ചേച്ചി അങ്ങനെയാണ് ജ്യോതിഷത്തിനെ കാണുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതെ അതെ. ഇപ്പൊ കവിതയ്ക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തെ പറ്റി പറഞ്ഞ പോരെ. കവിതയുടെ സ്വഭാവത്തെ, കവിതയുടെ ആഹാര രീതി, കവിതയുടെ ചിന്താധാര, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ഇതിനകത്തൂടെ പറയാം. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു ചില മാനസിക തകരാറുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കണ്ടോ ലൈഫ് ലോങ് ഉള്ളതുമുണ്ട്. അല്ലാതെ ചില ഒരു പീരീഡ് മാത്രമുണ്ട്, പിന്നെ അത് മാറുകയും ചെയ്യും. പക്ഷെ ഇത് മാറുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ അറിയുന്ന നിമിഷം തന്നെ നമ്മൾ ഇന്ന് അത് മാറും. ഓക്കെ. അതായത് ഇത് ഹിഡൻ ആയിട്ടിരിക്കുമ്പോഴാണല്ലോ ഇതിന് പവർ ഉള്ളത്. നമ്മുടെ മുന്നിൽ അത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ ഇരുട്ടിലിരുന്നാല് ഒരു വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിനിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ നമ്മൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ അതിൻ്റെ ആ ശക്തി വിശേഷം ഉണ്ടാവില്ല. ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അത് അന്ന് പേടിച്ചതാണ്. അപ്പം ഞാൻ ഒരു അസ്ട്രോളജർ ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് ഏത് വർഷമാണ് പേടിച്ചതെന്ന് നോക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എൻ്റെ 8 വയസ്സിലാണ്. അപ്പോൾ ഏതായിരുന്നു പ്ലാനറ്ററി പീരീഡ്, അപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനൊരു പേടി വന്നു. നമസ്കാരം. ദി അൺഎക്സ്പ്ലെയിൻഡിന്റെ ഇനിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മൾ ഈ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനും പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഒരുപാട് റെസ്പോൺസസ് കിട്ടുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഭയം ആണ്. അപ്പം ഭയം, നമുക്ക് എല്ലാവർക്കും പലതരം വികാരങ്ങളുണ്ട്. അതിലൊന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് ഫിയർ ആണ്. ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ അതും എല്ലാം ഉണ്ട്. പക്ഷെ ഫിയർ നമ്മളെ വളരെ ബാധിക്കുന്ന ഒരു സാധനമാണ്, നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ശാന്തചേച്ചി നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനെക്കുറിച്ച്. അപ്പോൾ വളരെ രസകരമായി അല്ലെങ്കിൽ വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അതൊന്ന് നമുക്ക് പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാമെന്ന്. ചേച്ചി ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ എല്ലാവർക്കും വലിയ ബെനിഫിഷ്യൽ ആയിരിക്കും. തീർച്ചയായും. അത് കഴിഞ്ഞൊരു ദിവസം എന്നെ ഒരാൾ വിളിച്ചിരുന്നു. നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ അവരുടെ മകളുടെ കാര്യം പിന്നെ അവിചാരിതമായിട്ട് പറഞ്ഞു. കഴിഞ്ഞൊരു ദിവസം അവര് ക്ഷേത്രത്തിൽ പോയിരുന്നു, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ. പക്ഷെ അവിടെ പോയി തൊഴാനായിട്ട് സാധിച്ചില്ല പോലും. റോഡിൽ എത്തുമ്പോൾ തന്നെ അവരുടെ മകള് 13 വയസ്സുള്ള കുട്ടി അങ്ങോട്ട് പോകാൻ അവരെ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല പോലും. അത് എന്താന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് പക്ഷിത്തോലുകളൊക്കെ, അവിടെ ധാരാളം പക്ഷികളും മൃഗങ്ങള് എന്ന് പറഞ്ഞ നായ്ക്കളും അങ്ങനെ പിന്നെ ഇതില്ലേ കാളകളും അങ്ങനെ പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ തൂവൽ കൊഴിഞ്ഞു കിടക്കുന്ന തൂവല് തന്നെ. പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര പേടിയാ. പേടിയെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പേടിയായത് കാരണം അത്ര ദൂരം യാത്ര ചെയ്തിട്ട് അവർക്ക് അവിടെ തൊഴാതെ അവര് തിരികെ വന്നു, കുട്ടിയുടെ ഭയം കാരണം. അപ്പൊ ആ കുട്ടിയുടെ ജാതകമൊന്നും ഞാൻ കണ്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ സൂചന ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് നോക്കണ്ടല്ലോ. ജ്യോതിഷം എന്ന് പറയുന്നത് പ്രകാശമാണ്. പിന്നെ നമ്മുടെ കയ്യിലൊരു വിശേഷതരം ടോർച്ച് അല്ലെങ്കിൽ ഒരു പ്രകാശം ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ടൂളാണല്ലോ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ആവശ്യമുള്ള മേഖലയിലേക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചോദിക്കൂ. അപ്പൊ ചിലർ പറയും ജ്യോതിഷികൾ ചോദിക്കാതെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്താണ് സ്പെസിഫിക് ആയിട്ട് വേണ്ടതെന്ന് അവര് ചോദിക്കുമ്പോഴാണ് അവരുടെ ഒപ്പം തന്നെ നമ്മൾ ഇത് ഒരു യാത്ര പോലെയാണ്, ഒരു നിഗൂഢ വഴിയിലൂടെ യാത്ര ചെയ്ത് അവർക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. നമ്മൾക്ക് അവിടെ റോളൊന്നുമില്ല, നമ്മൾ അതിനെ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മൾ അതിനെ അവരുടെ കൂടൊപ്പം തന്നെ ഒരു യാത്ര. മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ജ്യോതിഷത്തിനെ കാണുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതെ അതെ. ഇപ്പൊ കവിതയ്ക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തെ പറ്റി പറഞ്ഞ പോരെ. കവിതയുടെ സ്വഭാവത്തെ, കവിതയുടെ ആഹാര രീതി, കവിതയുടെ ചിന്താധാര, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ഇതിനകത്തൂടെ പറയാം. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില ആൾക്കാര് ചില ജ്യോതിഷൻ അവര് പറയുമ്പോ അങ്ങനെയുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത, പല കാര്യങ്ങൾ പറയും. ഇതൊക്കെ ഏത് സമയത്താണ്, ജനിച്ച് 6 മാസത്തിനുള്ളിലാണോ, അതോ ഇപ്പോഴാണോ, അതോ ഇനി വരുന്ന കാലങ്ങളിലാണോ, യാതൊരു ഐഡിയയും കിട്ടൂല. നമ്മളെല്ലാ കാലവും എല്ലാ പ്രശ്നവും നമ്മുടെ തലയിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
ഏത് സമയമാണെന്ന് അവർ പറയത്തില്ല. ഗ്രഹനില നോക്കിയിട്ട് അതിനകത്ത് കാണുന്ന എല്ലാം പറയും. അക്കാഡമിക് ആയിട്ട് ഒരു പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതെ, അത് ഒരു ജാതകത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു 100 ആയിരക്കണക്കിന് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും, അത്രയും തന്നെ നെഗറ്റീവും കാണാൻ പറ്റും. ഇതിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ് ഒരു അസ്ട്രോളജറുടെ റോള്. അതിനെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് ഇതാണെന്നുള്ള കണ്ടെത്തുക. അത് ഇച്ചിരി പണിയുള്ള കാര്യമാണ് കേട്ടോ, തല പുകയ്ക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ടല്ല നമ്മൾക്ക് ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് എന്താണോ വേണ്ടത് അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ, നമ്മുടെ അടുത്ത് ഒരു സൊല്യൂഷന് വരുന്നു. പ്രകൃതി നമ്മളെ അതിന് നിശ്ചയിച്ചിരിക്കുന്നു, നമ്മളത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ റോള്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരോട് ചില കാര്യങ്ങൾ ഇങ്ങനെയല്ലേ, ഇപ്പൊ ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മൾ വ്യതിചലിച്ചു പോകുന്നു എന്നാലും പറയുകയാണ്, ഒരാൾ കഴിഞ്ഞ ദിവസം ജാതകത്തിൽ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, സൂയിസൈഡാണ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല, ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എന്താണ്, അച്ഛനെവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അവന് മരിച്ചുപോയി. ശരിയാണ്, അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സോളിന്റെ ഒരു പ്രോബ്ലം ഉള്ളതായിരുന്നു ഇവർക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരു പഠിക്കുന്നതിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ട ആ ഒരു കാര്യങ്ങൾ ഗൈഡൻസ് കൊടുക്കുകയാണ്. അപ്പൊ ഇപ്പൊ കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം കണ്ണാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള, കണ്ണിനെ സൂചിപ്പിക്കുന്ന ഭാഗത്താണ് ഈ പിന്നെ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ഗ്രഹങ്ങൾ നിൽക്കുന്നതും സൂചിപ്പിക്കുന്നത്. അപ്പൊ കുഞ്ഞിനെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ആവശ്യമുള്ള കാര്യം കണ്ണ് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നം വരും, ഉറപ്പായിട്ട് വരും. ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു കണ്ണ് ശ്രദ്ധിക്കണം, അതല്ലേ ഉള്ളൂ. അല്ലാതെ ഈ കുട്ടി കോഴിയെ പേടിക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ, പക്ഷിയെ പേടിക്കുമെന്ന് നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ ഇത് പേടിച്ചെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ഞാൻ അത്ര കാര്യമാക്കില്ല. പിന്നീട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പിന്നെ കുട്ടിയുടെ മരണം എന്തിനാണ് പേടിക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് മരണഭയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മരണഭയമായിട്ട് ഒരു കിളികളിലെ പക്ഷികളെ പേടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും അതിനെപ്പറ്റി നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2 ലൈഫില് ഈ മരണസമയത്ത് ഈ കണ്ണ് ഏതോ ചൂഴ്ന്നെടുത്തിട്ട് അങ്ങനെ അതോട് കൂടിയിട്ടുള്ള മരണമാണ് സംഭവിച്ചേക്കുന്നത്. അവ ശരിക്കുള്ള പക്ഷിയെ പേടിയല്ല ഇത്. പക്ഷി കാരണം മരിച്ചു പോയതിന്റെ പേടിയും വേദനയും ഭയവും ഒക്കെയാണ് ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഡീപ്പായിട്ടുള്ളൊരു ഇംപ്രഷൻ ആണല്ലേ? ഡീപ്പായിട്ടുള്ളൊരു ഇംപ്രഷനാണ്. ആ ഇംപ്രഷൻ ഈ ഒരു പീരീഡിലാണ് അതിനുണ്ടാകുക. സമയബന്ധിതമാണ്. അതായത് നമ്മുടെ മനസ്സാണല്ലോ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്, മനസ്സിലാണല്ലോ. ഇപ്പം മനസ്സിലുള്ള നമ്മുടെ അബോധ മനസ്സിലുള്ള ചിന്തകള്, അതിനെ നമ്മൾ വാസന എന്ന് പറയും. അത് സമയബന്ധിതമായിട്ടാണ് ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ വരുന്നത്. അതൊക്കെ ഇത് മുമ്പേ ചോദിച്ചത് എപ്പോൾ സംഭവിക്കും എന്ന് അറിയില്ല എന്ന് പറയുന്നത്. എപ്പോൾ സംഭവിക്കും എന്നുള്ളത് അറിയാനാണ് ജ്യോതിഷം നോക്കുന്നത്. പ്ലാനറ്ററി പീരീഡ് അനുസരിച്ച് വരും. അപ്പൊ ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്തിനെ ആശ്രയിച്ചാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. അതായത് നമ്മളുടെ പഴയ ജന്മങ്ങളിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായോ, ഏതൊക്കെ ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ചുള്ള അനുഭവങ്ങളിൽ കൂടിയാണോ നമ്മൾ കടന്നു പോയത്. അത് ചിലർ ചോദിക്കും ദോഷമാണോ? അല്ല, ദോഷമുണ്ട്, നല്ലതുമുണ്ട്. പക്ഷെ ദോഷം വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലല്ലോ. എനിക്ക് അല്ല, ദോഷം വരുമ്പോഴേ നമ്മൾ ചോദിക്കാറുള്ളൂ. സന്തോഷം വരുമ്പോൾ നമ്മൾ ചോദിക്കില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സന്തോഷം വന്നെന്നാരും ചോദിക്കാറില്ല. ദുഃഖം വരുമ്പോഴാണ് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് പൂർവ്വജന്മത്തിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളെയും സംഭവങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലിരിക്കുന്നുണ്ട്. സമയബന്ധിതമായിട്ട് മനസ്സിൽ ആ വൈബ്രേഷൻ ഉണ്ടാവുക ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഒരു വളരെ കൗതുകം എന്ന് പോലും പറയപ്പില്ല. എനിക്ക് ഭയങ്കര സംശയം വരും എപ്പോഴും ഈ സമയബന്ധിതം എന്നുള്ള വാക്ക് പലപ്പോഴും യൂസ് ചെയ്യുമ്പം. അപ്പൊ ഈ ഫിയർ ഇപ്പം നമ്മൾ എന്തിനോടെങ്കിലും, വെള്ളത്തിനോടുള്ള ഫിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ പക്ഷികളോടുള്ള ഫിയർ, ഇത് ഒരു സർട്ടൻ പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ? അതോ അതൊരു ലൈഫ് ലോങ് ഫിയർ അല്ലേ പലർക്കും വരുന്നത്? അതൊരു ചില മാനസിക തകരാറുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കണ്ടോ ലൈഫ് ലോങ് ഉള്ളതും ഉണ്ട്. അല്ലാതെ ചില ഒരു പീരീഡ് മാത്രമുണ്ട്, പിന്നെ അത് മാറുകയും ചെയ്യും. പക്ഷെ ഇത് മാറുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്ന നിമിഷം തന്നെ നമ്മൾ ഇന്ന് അത് മാറും. ഓക്കെ. അതായത് ഇത് ഹിഡൻ ആയിട്ടിരിക്കുമ്പോഴാണല്ലോ ഇതിന് പവർ ഉള്ളത്. നമ്മുടെ മുന്നിൽ അത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ ഇരുട്ടിലിരുന്നാല്
ഒരു വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ അതിന്റെ ആ ശക്തി വിശേഷം ഉണ്ടാവില്ല. പക്ഷെ ഈ ചെറിയ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ള അത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് ആ കുഞ്ഞിനുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അതനുസരിച്ചുള്ള എന്തെങ്കിലും ദാനമോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടിയെ യോഗ പഠിപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യം. യോഗയ്ക്കൊക്കെ ഇതിൽ തീർച്ചയായിട്ടും നമ്മളുടെ എനർജി സെന്റേഴ്സ് ഇനിയാണല്ലോ ക്രമപ്പെടുത്തുന്നത്. ഓരോ എനർജി സെന്റേഴ്സും ഓരോ പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കും. അപ്പൊ അതനുസരിച്ചുള്ള യോഗ നല്ലതായിരിക്കും, മനസ്സിന് ശാന്തത കൊടുക്കും. പിന്നെ അത് അനുസരിച്ചുള്ള ഓരോ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന വസ്തുക്കൾ ദാനം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അത് വ്യത്യാസം വരും. ചെറിയ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ നമുക്ക് പാടാണ്, അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട്. അവർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. ഈ ഫിയറിന്റെ ആസ്പെക്ട് പറയുമ്പം ഇപ്പം പറഞ്ഞ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പാസ്റ്റ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ്. എല്ലാ ഫിയറും ഇങ്ങനെ പാസ്റ്റ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആവണം എന്നുണ്ടോ? ഇപ്പൊ ചില അച്ഛനമ്മമാർ പറഞ്ഞു കേട്ട കഥകൾ, കുഞ്ഞിലേ ഉള്ള അനുഭവങ്ങൾ, അതുകൊണ്ടും ഫിയർ വരാവുന്നതല്ലേ? തീർച്ചയായിട്ടും വരാവുന്നതാണ്. ഈ ലൈഫിലുള്ള അനുഭവങ്ങൾ കൊണ്ടുവരാം, നമ്മളുടെ ഇനി മുന്നേ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്ന കൂടെ നമ്മളൊരു പെണ്ണ്, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പെണ്ണ് നമ്മുടെ കണ്ണിന്റെ ഭാഗത്തെങ്ങാനും കൊണ്ടിട്ടുണ്ടെന്ന് വയ്ക്കും, ശരിക്കും നമ്മൾ പേടിച്ചോല്ലോ, നമ്മുടെ കണ്ണിനും തോറ്റാൻ പോകുന്നു. പക്ഷെ ഇനി ഇപ്പം ഇത്ര വയസ്സായാലും ഒരാൾ പെണ്ണുമായിട്ട് നമ്മുടെ കണ്ണിന്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്തോ പേടിക്കില്ലേ? പേടിക്കും. തീർച്ചയായിട്ടും. സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെയാണ് ഇത്. ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്, 100, 120, 150, 500 വർഷം മുന്നേ നടന്ന സംഭവമാണ്. പക്ഷെ അത് ആ മനസ്സ് അവിടെ തന്നെ ഉണ്ടല്ലോ, ആ മനസ്സിൽ അതിന്റെ ഇംപ്രഷൻ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ വളരെ ഏകദേശം കുറച്ച് കൂടുതൽ ആൾക്കാർ തന്നെ ഉണ്ടാവും ഉറങ്ങുന്നത് ശാന്തമായിട്ടായിരിക്കത്തില്ല, സുഷുപ്തിയിലേക്ക് പോകത്തില്ല. അപ്പോൾ അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ ഉറക്കം ശരിയല്ല, സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരും പറയും ശരിയാ, എനിക്ക് ഉറക്കം ഒരു സുഖമായിട്ട് പറ്റത്തില്ലേ. അപ്പൊ ഈ ഉണർന്നിരിക്കുമ്പോൾ ഒന്നും ഈ ചിന്തയും പേടിയില്ല അവർക്ക്. അതാണ് അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. ഉണർന്നിരിക്കുമ്പോൾ അവരെല്ലാം ആക്ടിവിറ്റിയിലാണ്, ഒന്നുമില്ല, പേടിയില്ല, സമാധാനമായിട്ടിരിക്കും. പക്ഷെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യണം, റീൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ഒരിക്കലും സുഖമായി ഉറങ്ങാൻ പറ്റാതെ വരിക. ചിലരുടെ രോഗങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് അത് ശ്രദ്ധപ്പെടുന്നത്. നിങ്ങൾ ഉറക്കം ഇങ്ങനെ ശരിയല്ലാതെ തുടർന്ന് പോയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴാണ് അത് കാണുന്നത്. അപ്പൊ അവർ പറയും ശരിയാണ്, ഞാൻ ഉറക്കം ശരിയല്ല. അപ്പൊ എന്താ അത് അതിന്റെ പൂർണ്ണമായിട്ടും റെസ്റ്റ്ഫുൾ അല്ലാതെ ഇരിക്കുക. അപ്പൊ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഈ ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകാറുണ്ട്. ചില ഫിയറുകൾ അങ്ങനെയാണ്. ചില ഫിയറുകൾ മാത്രമല്ല, എല്ലാ വികാരങ്ങളും അതുപോലെയാണ്. ഫിയർ ആയതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. എനിക്ക് അതിലൊരു ചെറിയൊരു സംശയം. ഇപ്പോൾ നമുക്ക് പാറ്റയെ പേടിയാണ് ഒരാൾക്ക്. അപ്പൊ ഈ പാറ്റയോടുള്ള ഭയം എന്ന് പറയുന്നത് അയാളുടെ കുട്ടിക്കാലത്തെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നുമില്ല, ഉറങ്ങിക്കിടന്നപ്പം ഉണർന്നപ്പം മുഖത്ത് പാറ്റ ഉണ്ടായിരുന്നു. ഇയാൾക്കറിയാം ഇതാണ്, ഈ റീസണാണ് പാറ്റയോടുള്ള ഭയത്തിന്റെ തുടക്കം എന്നറിയാം. അങ്ങനെ അറിയാമെങ്കിൽ പോലും അയാൾക്ക് ആ ഫിയറിൽ നിന്ന് പുറത്ത് അറിവുണ്ട്, പക്ഷെ ആ ഫിയറിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അത് വെറും ഒരു പാറ്റേൺ ആണോ, ശരിക്കൊരു ഭയം തന്നെയാണോ? അതൊരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം, മാറ്റാവുന്ന ഒരു പാറ്റേൺ ആണ്. അത് അയാൾക്ക് അതിനെ പറ്റി ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാവുന്നതാണ്. ഓർമ്മയില്ലെങ്കിൽ പാട്ടാണ്. ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അത് അന്ന് പേടിച്ചതാണ്. അപ്പൊ ഞാൻ ഒരു അസ്ട്രോളജർ ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് ഏത് വർഷമാണ് പേടിച്ചതെന്ന് നോക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്റെ 8 വയസ്സിലാണ്. അപ്പൊ ഏതായിരുന്നു പ്ലാനറ്ററി പീരീഡ്, അപ്പൊ എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു പേടി വന്നു എന്നുള്ളത് ഉടനെ തന്നെ ചെക്ക് ചെയ്യും. നമ്മളത് വളരെ ലൈറ്റ് ആയിട്ട് ഈ ജന്മത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നതിലും ഉപരിയായിട്ട് ജ്യോതിഷ ശാസ്ത്രവശാൽ വേറെ ആസ്പെക്ട്, ആ സമയത്ത് ഇവർക്ക് പേടി ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ആ കോമ്പിനേഷനോടെ എഴുതി വെക്കും, ഈ ഗ്രഹവും ഈ ഗ്രഹവും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഇവർക്ക് പേടി ഉണ്ടായത്. ഇപ്പൊ കുറെ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലർക്ക് ഇതുപോലുള്ള പേടി തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ പാറ്റേണിലുള്ള അനുഭവങ്ങൾ വരുന്നത്. അപ്പൊ അന്ന് സൂചിപ്പിച്ച ഗ്രഹങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും സൂചിപ്പിക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അത് അപ്പൊ തന്നെ ആ നിമിഷം തന്നെ അവർക്കത് മാറാൻ പറ്റും, അതിന്റെ കാരണം അറിയുമ്പോൾ. ഇതെല്ലാം അനുഭവങ്ങൾ എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന. അതാണ് ഇപ്പോഴും ഈ സമയബന്ധിതം എന്ന് ഞാൻ പറയുമ്പോൾ കവിതയ്ക്ക് സംശയം വരുന്നത്. സമയബന്ധിതം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ തന്നെ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതം ഉദയം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ പ്ലാനറ്റ്സിന്റെയും ബന്ധമുള്ള സമയങ്ങൾ ഉദിച്ചസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയുർവേദം പറയില്ല ചില സമയം പിത്തമായിരിക്കും, ദിവസത്തിൽ തന്നെ പിത്ത
സ്വഭാവമുള്ള പ്രകൃതമുള്ള സമയം അല്ലെങ്കിൽ കഫം അങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അധികരിച്ചിരിക്കും പ്രകൃതിയില് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ഗ്രഹങ്ങൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള സമയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പിന്നെ സമയവും പോലെ തന്നെ, അതായത് ഇപ്പം പഞ്ചഭൂതോദയം നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലാനറ്ററി കോമ്പിനേഷൻ വരുമ്പോ പണ്ട് നമ്മൾ എന്തായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത് അല്ലെ അനുഭവങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത്, അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ അനുഭവങ്ങളെ ആണ് നമ്മുടെ കർമ്മ വാസന എന്നൊക്കെ നമ്മൾ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചിന്തയുടെ കൂട്ടങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ റീൽസ് പ്രൊജക്ട് ചെയ്യുന്നതാണ് അല്ലെ? അതെ, റീൽസ് ആണ് നമ്മുടെ മെമ്മറി. അത് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവമായിട്ട് വരുന്നു. അത് എങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാനറ്ററി പീരീഡിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരും. ഇങ്ങനെ ചിന്തകൾ വന്നിട്ടാണ് അത് അനുഭവങ്ങളാകുന്നത്. നമ്മളാണ് അനുഭവങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. ഇപ്പോ ഞാൻ പഴയ ജന്മത്തില് ഒരാളുടെ കൈ തല്ലി ഒടിച്ചിട്ടുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്ററി പീരീഡ് വരുമ്പോ ആ ആള് നമ്മുടെ മുന്നിലേക്ക് വരും, നമ്മുടെ കൈ തല്ലി ഒടിക്കാനായിട്ട്. അല്ല, അവിടെ എന്ത് ഒരു ഇന്റർവെൻഷൻ എങ്ങനെയാണ് പോസിബിൾ ആവണേ? അപ്പൊ നമ്മളിത് അറിയുന്നില്ല, നമ്മുടെ ബോധ മനസ്സിൽ അറിയില്ല, അവരുടെ ബോധ മനസ്സിനും അറിയില്ല. ഇത് ഇയാളെന്നെ പണ്ട് കൈ ചോടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇയാളുടെ കൈ ഞാൻ അടിച്ചോടിക്കുന്നു അയാൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ഈ ഇന്നറിൽ ഇരിക്കുന്ന മനസ്സിനറിയാം, ദേ ഇയാൾ വന്നിരിക്കുന്ന പണ്ട് ഞാൻ ഇയാളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യും. കോൺഷ്യസ് മൈൻഡിലല്ല. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ വേണ്ട, ഇവിടെ ഒരു കോൺഷ്യസ് ഇന്റർവെൻഷൻ നമ്മളുടെ ഭാഗത്തു നിന്ന് സാധിക്കുമോ? സാധിക്കുമെന്ന് വെച്ചാൽ ജ്യോതിഷം അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ ഈ വ്യക്തി വരുമ്പോ വ്യക്തി എന്തിനു വരുന്നു, അവരെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അനുഭവം നമ്മളിലേക്ക് വരുന്നത്. അവര് വരുന്നു, വ്യക്തികളും സാഹചര്യങ്ങളും എന്താണോ നമുക്ക് അനുഭവം തരേണ്ടത് അത് ഉറപ്പായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കും. അപ്പോൾ ചില കർമ്മങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, എല്ലാം ഒന്നും മാറ്റാൻ പറ്റില്ല, ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അതായത് 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. 3 തമോ ഗുണപ്രധാനമായിട്ടുള്ളത്, രജോ ഗുണം കൊണ്ട് നയിക്കപ്പെടുന്നത്, സത്വഗുണം കൊണ്ട് നയിക്കപ്പെടുന്നത്. അപ്പൊ ഈ തമോ ഗുണം കൊണ്ട് നയിക്കപ്പെടുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ പർപ്പസ്ലി ഒരാളെ ഉപദ്രവിക്കുക, മനസ്സിലായില്ലേ? അവര് നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ അവരെ ഒന്ന് വേദനിപ്പിച്ചാൽ നമുക്കൊരു സന്തോഷം. ആ രീതിയിലുള്ള കർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇപ്പൊ ഒരാൾക്ക് മാത്രം നമ്മളൊരു ദോഷം ഉണ്ടാക്കുന്നത്, ഒരു സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷം കളക്റ്റീവായിട്ടുള്ളത് വരും, അതൊക്കെ വളരെ ശക്തമാണ്. അതിന്റെ ഫലങ്ങളിൽ കൂടി നമ്മൾ കുറച്ചെന്തായാലും കടന്നു പോകേണ്ടി വരും. ചിലത് അങ്ങനെയല്ല, ഈ പെൻസിൽ കൊണ്ട് എഴുതുന്നത് പോലെ അത് നമുക്ക് തുടച്ചു മാറ്റി കളയാൻ പറ്റും. ചിലത് ആദ്യം പറഞ്ഞത് കരിങ്കല്ലിലുള്ളത് പോലെ, ചിലത് ചോക്ക് കൊണ്ട് എഴുതുന്ന പോലെ വെറുതെ അങ്ങ് തുടച്ചു കളയാൻ പറ്റും. ഇപ്പൊ അങ്ങനെ പലതരത്തിലെ കർമ്മങ്ങൾ. അപ്പൊ ഇതില് നമ്മളെ ഇന്റർവ്യൂ ചെയ്തോട്ടെ അവിടെ. ഞാനിപ്പം എന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ, അതിന് തെറ്റെന്നോ റൈറ്റെന്നോ റോങ്ങെന്നോ ഒന്നും ഞാൻ പറയുന്നു, ഒരു ആക്ഷൻ ഹാപ്പൻ ചെയ്യണു. അത് ദാറ്റ് ഇറ്റ് സെൽഫ്, അത് തന്നെ എൻ്റെ മുൻപത്തെ ഒരു കർമ്മത്തിന്റെ ഫലം. ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്യുന്നതല്ല, പക്ഷെ അത് തന്നെ എൻ്റെ മുമ്പത്തെ ഒരു കർമ്മഫലത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ എനിക്കൊരു ചോയ്സ് ഇല്ല, ഞാൻ അതിൽ കൂടെ കടന്നു പോവാണ്. ഞാൻ അവിടെ കൂടെ ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞാല് കോൺഷ്യസ് ആയിട്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, ഞാനത് ചെയ്യുന്നു. അത് ചെയ്യുമ്പോ അത് ഞാനായിട്ടൊരു ചോയ്സ് എടുത്ത് ചെയ്യണമല്ല, ഞാനായിട്ട് മനഃപൂർവ്വം ചെയ്യണമല്ല, ഇതൊരു ഒരു കർമ്മത്തിന്റെ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. അവിടെ എന്താണ് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ? അതിന്റെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ വേറൊരാൾ നമ്മളെ വേദനിപ്പിച്ചു, അതാണല്ലോ മുൻപേ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ അനുഭവങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു, അവിടെ തീർന്നല്ലോ. അതേസമയം ഇനിയിപ്പോ നമ്മൾക്ക് ഇതിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല, നമ്മൾ ചിലപ്പോ ഈ ചിലരില്ലേ വേറുള്ളവരുടെ നിർദ്ദേശപ്രകാരം ആളുകളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. കൊട്ടേഷൻ ഞാൻ വാക്ക് ഉപയോഗിച്ചില്ല, കൊട്ടേഷൻ. ഇപ്പൊ അവർക്ക് അതിനെപ്പറ്റി ഞാൻ അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ദുഃഖമൊന്നുമില്ല, നമുക്കപ്പോ പൈസ കിട്ടണം, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, അവരിൽ കുറ്റബോധവുമില്ല. അപ്പൊ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവര് ചെയ്യുന്ന കർമ്മത്തിന്റെ വേദന വേറൊരാൾ അനുഭവിക്കുന്നുണ്ട്, അത് ഭാവിയിൽ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും.
അറിവോടുകൂടിയല്ല. ഏതൊരു കാര്യവും ഏതൊരു തെറ്റും ഒരു വ്യക്തിയും ചെയ്യുന്ന അറിവോടുകൂടിയല്ല. അതാണ് അതിന്റെ ആത്യന്തികമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ഇതിലൊരു സൈക്കിൾ ഇഫക്റ്റ് ആണ് എന്റെ ഒരു സംശയം. അതായത് ഇപ്പൊ ഞാൻ ചേച്ചിയെ ഉപദ്രവിച്ചു, ചേച്ചി പിന്നെ ഒരിക്കൽ എന്നെ ഉപദ്രവിക്കുന്നു, അപ്പൊ പിന്നെയും ബൗണ്ട് ബൈ കർമ്മ ഞാൻ പിന്നെയും ചേച്ചിയെ ഉപദ്രവിക്കുന്നു. ഈ ഒരു സൈക്കിളിനൊരു ഒരാൾ ഇതിൽ നിഷ്പക്ഷമാകുമല്ലോ, അപ്പൊ അവരതിൽ നിന്ന് സൈക്കിളിൽ നിന്ന് പുറത്തു പോകും. ഇപ്പൊ എന്നെ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ എന്നെ കവിതയാണ് ഉപദ്രവിച്ചത് എങ്കിൽ കവിതയ്ക്ക് ആ ചിന്തകളില്ല, അതിൽ നിന്ന് കവിത ധ്യാനം കൊണ്ടോ മറ്റോ മുക്തിയായെങ്കില് ഇദ്ദേഹം ഇതിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ ഞാനത് മനസ്സിലുണ്ട് എനിക്കെങ്കില് എനിക്കതിന് പകരമായിട്ട് വേറൊരാള് ഭൂമിയിൽ വരും. അതിങ്ങനെ സൈക്കിളായിട്ട് പോകുന്നതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ജന്മങ്ങൾ ജനിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുമ്പോ ഫൈനലി പിന്നെ നമ്മൾ ധ്യാനത്തിലേക്ക് എത്തും. അപ്പൊ ഇതിന്നൊരു വേ ഔട്ട് എന്ന് പറയുന്നത് ഈ ഇംപ്രഷൻസ് ക്ലിയർ ചെയ്യുക. ഇംപ്രഷൻസ് ക്ലിയർ ചെയ്യാൻ ധ്യാനവും എനിക്ക് തോന്നുന്നു ചേച്ചി പാസ്റ്റ് യോഗ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അതിന് അത് ശാന്ത ചേച്ചി പാസ്റ്റ് ലൈഫ് റിഗ്രഷന്റെയും കൂടെ ഫെസിലിറ്റേറ്റർ ആണ്, ഇറ്റേണിറ്റി പ്രോസസ്സിന്റെ ടീച്ചറാണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷനും ഒക്കെ ചെയ്യാം ശാന്ത ചേച്ചിയുടെ കൂടെ. ഇതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി ആ പ്രോസസ്സിനും കോൺടാക്ട് ചെയ്യുന്നതാണ്, ജ്യോതിഷി മാത്രമല്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനിയും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെയും നമസ്കാരം.